നോക്കൂ, ഞാൻ പറയുന്നത് ലോ ക്ലാസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ കേട്ടാൽ മതി. ഇപ്പോൾ ഹൈ ക്ലാസ് മിഡിൽ ക്ലാസ്സും കേൾക്കണമെന്നൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലോ ക്ലാസ് ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. അത് ചെയ്യരുത്. കാരണം ഏത് കടമാണെങ്കിലും നമുക്ക് പറഞ്ഞാൽ നിൽക്കാത്ത കടങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ചിലവർ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ ഈട് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കടമായിരിക്കും. ചിലപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ മാക്സിമം 5 ലക്ഷം വരെ അത് ജപ്തി നോട്ടീസാകും. അങ്ങനെ അവർ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഞാൻ പറയും, നിങ്ങളെന്തിനു പേടിക്കണം? കാരണം നിങ്ങൾ പേടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിമാനത്തെയല്ല, ദുരഭിമാനത്തെയാണ് നിങ്ങൾ പേടിക്കുന്നത്. ആ ദുരഭിമാനമാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അത് കഴിഞ്ഞാൽ കടം വന്ന് ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കാകും. ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തും, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തലുകൾ നിർത്തിയാൽ തന്നെ നിങ്ങളുടെ പകുതി വിജയം ഉണ്ടാവും കടത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ വെളിയിൽ ആളാവാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ മുന്നിൽ പരസ്പരം കുറ്റം ചാരിയത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം കിട്ടുകയില്ല. കാരണം വീണ്ടും നിങ്ങളെ അത് ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ട് ഇതിൽ നിന്ന് എങ്ങനെ കയറാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കൂ. കാരണം നമ്മുടെ സംഭവം കടത്തിൽ പട്ടുപോയി. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ആവലാതിപ്പെട്ടിട്ടോ വേവലാതിപ്പെട്ടിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് എങ്ങനെ നമ്മൾ കയറാം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവണം. കാരണം നമ്മൾ ഒരു ബസ്സിൽ കയറി, ബസ് ഒരു ഭാഗത്ത് ആക്സിഡൻ്റ് ആവണം. കാരണം നമ്മൾ ആക്സിഡൻറ്റ് നടക്കും എന്ന് വിചാരിച്ചിട്ട് ആ ബസ്സിൽ നമ്മൾ കയറുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. അതേപോലെ ഈ കടം നിങ്ങൾക്ക് അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ അടയ്ക്കാതിരിക്കാൻ കഴിയാത്തത് അത് എന്താണ്, അവിടെ എന്താണ് ഫാൾട്ട് വന്ന് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അല്ലാതെ ഈ പരസ്പരം പഴിചാരി ഇരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല.